എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന അവസരം ഇന്നാണ്. അപ്പോൾ മെയ് 27-ാം തീയതി വൈകുന്നേരത്തിനകം വിദ്യാർത്ഥികൾ പോയിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ മെയ് 28, 29 തീയതികളിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാമെങ്കിലും അപേക്ഷാ ഫീസിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് 600 രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ +2 റെഗുലർ വിഭാഗം, കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ +1ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം, അതുപോലെ തന്നെ +2ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടും അതുപോലെ +2ൻ്റെ റെഗുലർ വിഭാഗത്തിലും മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതായത് 2025 മാർച്ച് മാസത്തിൽ നിങ്ങൾ +1ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ +2ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ അതുപോലെ തന്നെ +2ൻ്റെ റെഗുലർ വിഭാഗത്തിലോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് ഫെയിൽഡ് ആവുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ +2 റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളിൽ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു പരീക്ഷയിൽ ലഭ്യമാണ്. അപ്പോൾ ജൂൺ മാസത്തിലാണ്, ജൂൺ 23-ാം തീയതി മുതലാണ് പരീക്ഷ ആരംഭിക്കുക. അപ്പോൾ ഇതുവരെ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് തന്നെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് എന്ന് പറയുമ്പോൾ അതായത് ചില ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി ഒക്കെയാണ്, അതായത് സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് അവധിയാണ്. അപ്പോൾ എന്നാൽ സ്കൂളുകൾ 3 മണി വരെയൊക്കെ പ്രവർത്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് 3 മണിക്കുള്ളിൽ പോയിട്ട് ഈ ഒരു അപേക്ഷ കൊടുക്കണമെന്ന് പറയുന്നത്. കാരണം സ്കൂളിൽ പ്രിൻസിപ്പാളും ഒക്കെ ഉണ്ടാവും, പ്രിൻസിപ്പാളും എല്ലാം സ്കൂളിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വൈകുന്നേരം 3 മണി വരെയൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കുറച്ച് നേരത്തെ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാനായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോമിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് ചാനലിൽ തന്നെ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഫോമും ഏകദേശം സെയിം തന്നെയാണ്. പ്രത്യേകിച്ച് അത്ര ഈ ഒരു ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് അത്രയ്ക്ക് വ്യത്യാസമൊന്നും രണ്ട് ഫോമുകളിലും വരുന്നൊന്നുമില്ല. അതിൻ്റെ ഡിസൈനിലും കാര്യങ്ങളിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷനല്ല ഈ ഒരു +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ എടുക്കണമെന്ന് പറയാം. അപ്പോൾ ഒന്ന്, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് വേണ്ടത്. അതായത് ആപ്ലിക്കേഷൻ ഫോമാണ് ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ സ്കൂളിൽ നിന്ന് കിട്ടും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് അതിൽ നിങ്ങളുടെ പാരൻറ്റിൻ്റെ സിഗ്നേച്ചർ ഇട്ടിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതുപോലെ തന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഫോം കിട്ടും, അവിടെ നിന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോം, അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് ഒന്ന് ഫോമാണ്, ആപ്ലിക്കേഷൻ ഫോമാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു ഫോട്ടോ ഒട്ടിക്കണം. അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ ആണ് വേണ്ടത്. അത് പ്രിൻസിപ്പാൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിശോധിച്ച ശേഷം അവിടെ അറ്റസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഫോട്ടോ ഒട്ടിക്കുന്നത്. അതാണ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലൊക്കെ വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് അപേക്ഷാ ഫീസാണ്. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തിയറി പേപ്പർ, എത്ര പേപ്പർ തിയറി എഴുതുന്നുണ്ടോ അതിന് 150 രൂപ പെർ സബ്ജക്റ്റ് ഫീസ് വരും. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റാണ് എഴുതുന്നതെങ്കിൽ 175 രൂപ. അതായത് ഇപ്പോൾ കെമിസ്ട്രി ഒക്കെയാണ് എഴുതുന്നതെങ്കിൽ ഇതിന് 175 രൂപയാണ് വരിക. അതിന് നിങ്ങൾ പ്രാക്ടിക്കൽ എഴുതിയാലും ഇല്ലെങ്കിൽ 175 രൂപയാണ് ഫീസ് വരിക. അതുപോലെ പ്രാക്ടിക്കൽ എഴുതുന്നവർക്ക് പ്രാക്ടിക്കൽ എഴുതാവുന്നതാണ്. പ്രത്യേകം അപേക്ഷയിൽ പ്രാക്ടിക്കൽ എഴുതുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ട് അപേക്ഷയിൽ സൂചിപ്പിക്കേണ്ടതാണ്. അപേക്ഷയിൽ സൂചിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന് കൃത്യമായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 40 രൂപ എക്സ്ട്രാ ഫീസ് അതിനോടൊപ്പം വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ +2ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നത്, ഒരു വിഷയം +2ൻ്റെ ഇംപ്രൂവ്മെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് വരുന്നത് 500 രൂപയാണ് ഫീസ് വരിക. 500 രൂപ പെർ സബ്ജക്റ്റ് ആണ്. അതുപോലെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. അപ്പോൾ ഇത്രയുമാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് ഇതിനോടൊപ്പം വേണ്ടത് +2ൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. +2ൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ +2ന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് +2ൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് പറയുന്നത്. ഇനി ചില വിദ്യാർത്ഥികളോട് ഈ ഒരു +1 കമ്പാർട്ട്മെൻറ്റൽ അല്ലെങ്കിൽ +2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ ഹാൾ ടിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു +1ൻ്റെ ആ ഒരു പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ +2ൻ്റെ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ചോദിക്കാനുള്ള കാരണം വിദ്യാർത്ഥികൾ ചിലപ്പോൾ +1ൻ്റെ പരീക്ഷ മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ +2ൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഹാൾ ടിക്കറ്റോ മറ്റോ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ
സ്കൂളിൽ നിങ്ങളുടെ +1 റിസൾട്ട് കാണിക്കുക. അതായത് +1 നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലാണ് രജിസ്ട്രേഷൻ ചെയ്തത് എന്നുള്ളതിനായിട്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു 2025 അതാകുമ്പോൾ ഏകദേശം 2023 രജിസ്ട്രേഷൻ അല്ല എങ്കിൽ സ്കൂളിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗമാണ് എന്ന്. അപ്പോൾ നിങ്ങൾ +1 റിസൾട്ടിൻ്റെ ആ ഒരു മാർക്ക് ഷീറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതായത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പ് +2 കിട്ടിയ മാർക്ക് ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത്, അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. മുമ്പത്തെ +2 ആ ഒരു, അതായത് കഴിഞ്ഞ വർഷത്തെ ആ റിസൾട്ടിൻ്റെ ആ ഒരു കോപ്പി കൂടി ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കാരണം ഈ ഒരു നിങ്ങൾ +1 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥി +2 കൂടി രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് അങ്ങനെ ഹാൾ ടിക്കറ്റ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ 2023 മുമ്പ് പരീക്ഷ, അതായത് മുമ്പുള്ള ബാച്ച് ആണെങ്കിൽ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ മാത്രമാണ് ഇപ്പോൾ പരീക്ഷ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ സ്കൂളിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുക. കാരണം പിന്നീട് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഹാൾ ടിക്കറ്റ് കയ്യിലില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂളിൽ നിന്ന് പറയുക നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻ്റ് ആണ്, അതുപോലെ +1 ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് കൂടി നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ +1 ഈ ഒരു ഹാൾ ടിക്കറ്റല്ല റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് എടുക്കാൻ പറയാൻ കാരണം അതിൽ നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ, അതായത് ഏത് ബാച്ചിലാണെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡീറ്റെയിൽസ് കാണിച്ചാൽ തന്നെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗമാണെന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരു വിദ്യാർത്ഥി ഹാൾ ടിക്കറ്റ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അങ്ങനെ സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ +1 ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കാരണം ഹാൾ ടിക്കറ്റ് നോക്കുന്നത് നിങ്ങളുടെ +2 രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.